OpenCV അതുപോലെ പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൽ ഒരു വീഡിയോയിൽ ഫേസ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർ കാസ്കേഡ് ക്ലാസിഫയർ എന്ന് പറയുന്ന ഒരു OpenCVയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. സോ നമ്മൾ പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ OpenCV ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു XML ഫയലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇത് സേവ് ആയിട്ടുണ്ടായിരിക്കും. ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഐ ഡിറ്റക്ഷനും അതുപോലെ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷനും അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ചെയ്യുന്ന ക്ലാസിഫയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫേസ് ഡിറ്റക്ഷൻ ക്ലാസിഫയർ ആണ്. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ക്ലാസിഫയർ ലോഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇമേജിലോ വീഡിയോയിലോ ഒരാളുടെ ഫേസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഡിറ്റക്ട് ചെയ്ത് നമുക്കിതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഒരാളുടെ ഫോട്ടോയാണ് നമ്മൾ കൊടുത്തത്. ഒന്നിൽ കൂടുതൽ ആളുകളുടേത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിതുപോലെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഈ കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം VS കോഡ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആ ക്ലാസിഫയർ XML ഫയൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഫോൾഡറിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. Ctrl+ ചെയ്ത് CV2 എന്ന് പറയുന്ന നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എവിടെയാണോ ഈ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ ഒരു ലൊക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ CV2ൽ Ctrl+ ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ CV2 എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ CV2 ഫോൾഡർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഡാറ്റ എന്ന് പറയുന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. ഇതിലാണ് എല്ലാ ക്ലാസിഫയേഴ്സും ഉള്ളത്. ഇത് ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് പ്രത്യേകമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ക്ലാസിഫയർ ഫയൽ ലോഡ് ചെയ്ത് നമുക്ക് ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസസ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹാർ കാസ്കേഡ് ഫ്രണ്ടൽ ഫേസ് default.xml എന്ന് പറയുന്ന ഈ ഒരു XML ഫയലാണ്. നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റിവീൽ ഇൻ എക്സ്പ്ലോറർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് വേണ്ടത് ഈ ഒരു ഫയലാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റ് ഫയൽ വരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റിവീൽ ഇൻ ഫയൽ എക്സ്പ്ലോററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളിത് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ കാണാൻ സാധിക്കും. നമുക്ക് തൽക്കാലം ഈ ഫയൽ ക്ലോസ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഫയൽ ലോഡ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഫേസ് കാസ്കാഡ് എന്ന് കൊടുക്കുന്നു. ഫേസ് കാസ്കാഡ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് cv.cascade classifier എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഇതിനുള്ളിൽ നമ്മൾ ഈ ഒരു ഫയൽ ലോഡ് ചെയ്യുക. ഈ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുക. ഈ ഒരു ഫയലിൻ്റെ പേര് നമുക്ക് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ നമ്മൾ റീനെയിം ചെയ്യാം, കോപ്പി ചെയ്യാം. ഇതിനുള്ളിൽ വന്നതിന് ശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അവസാനം എക്സ്റ്റൻഷൻ കൊടുക്കാൻ മറക്കരുത് .xml. ഇപ്പോൾ നമ്മൾ ഫേസ് കാസ്കാഡ് എന്ന് പറയുന്ന ഈ ഒരു ഫയലിലോട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ക്ലാസിഫയർ ലോഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമേജ് ക്യാപ്ചർ ചെയ്യുകയാണ്. നമ്മൾ img cv.imread. ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഇമേജ് നെയിം കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഇമേജ് man1.jpg. താഴെ വരാൻ നമുക്കിത് ഷോ ചെയ്യിക്കാം. cv.imshow. ഇതിനുള്ളിൽ നമ്മൾ ഒറിജിനൽ എന്ന് കൊടുക്കാം. വിൻഡോ നെയിം അതുപോലെ നമ്മുടെ ഇമേജ് നെയിം ഇവിടെ കൊടുക്കുന്നു. സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ഫേസ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇതൊരു BGR കളർ ഇമേജ് ആണ്. ഇതിനെ നമ്മൾ ഗ്രേ സ്കെയിലോട്ട് മാറ്റണം. എന്നാൽ മാത്രമേ ഫേസ് ഡിറ്റക്ഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മളിവിടെ ഫേസ് cv.cvt കളർ എന്ന് പറയുന്ന മെത്തേഡ്സ് ഇതിനുള്ളിൽ നമ്മുടെ ഇമേജ്, നമ്മുടെ കളർ ഇമേജ്, അതിനുശേഷം cv.bgr2gray എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഗ്രേ ഇമേജ് ആക്കി കഴിഞ്ഞു. നമ്മുടെ കളർ ഇമേജിനെ നമ്മൾ ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫേസ് ഡിറ്റക്ഷൻ ആ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. നമ്മളിവിടെ ഫേസസ് എന്ന് കൊടുക്കുന്നു. ഈ ഒരു വേരിയബിളിലോട്ടായിരിക്കും നമ്മൾ ഡിറ്റക്ട് ചെയ്ത ഫേസിൻ്റെ കോർഡിനേറ്റ്സ് സ്റ്റോർ ആവുക. അതിനുശേഷം നമ്മൾ ഫേസ് കാസ്കാഡ് ഈ ഒരു വേരിയബിൾ ഇവിടെ കൊടുക്കുന്നു. നമ്മൾ ആ ഒരു ക്ലാസിഫയർ ലോഡ് ചെയ്ത വേരിയബിൾ. ഇതിനുശേഷം ഡിറ്റക്ട് മൾട്ടി സ്കെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നു. ഇതിനുള്ളിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജ് ആണ്. നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഗ്രേ എന്ന് പറയുന്ന ആ വേരിയബിളിലായിരുന്നു. കോമ കൊടുക്കുക. രണ്ടാമതായി നമ്മൾ സ്കെയിൽ ഫാക്ടറാണ് കൊടുക്കേണ്ടത്. ഇത് ഏകദേശം ഒരു 1.1ൻ്റെയും 1.5ൻ്റെയും ഇടയിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ 1.3 കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് മിനിമം നെയ്ബേഴ്സ് ആണ്. മിനിമം നെയ്ബേഴ്സിൽ നമ്മൾ ഒരു 3 മുതൽ 5 വരെ 3 മുതൽ 6 വരെ അതിൻ്റെ ഇടയിൽ കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ ഒരു 4 കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൽ ഫേസ് ഡിറ്റക്ട് ആയിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ പ്രിൻറ്റ് ഫേസസ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്ത് നോക്കാം. ഡിറ്റക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഫേസസ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അറേ ലഭിച്ചിട്ടുണ്ട്. 128, 64, 145, 145.
ഈ 12864 എന്ന് പറയുന്നത് ഫേസിൻ്റെ ഈ ഫേസ് ഡിറ്റക്ട് ചെയ്ത മുകളിലെ ഈ ഭാഗമായിരിക്കും. ആ ഒരു കോർഡിനേറ്റാണ് XY കോർഡിനേറ്റ്സ്. 145 എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്തും ആ ഒരു പോയിന്റിൽ നിന്നുള്ള വിഡ്ത്തും ഹൈറ്റുമാണ്. ഫേസിനുള്ളിലുള്ള ആ വിഡ്ത്തും അതുപോലെ ഹൈറ്റുമാണ്. ഇത് വെച്ച് നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഫേസിന് മുകളിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. സോ അതങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ വാല്യൂം ഓരോ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഈ ഡിറ്റക്ട് ചെയ്ത ഫേസിന് മുകളിലായിട്ട് വരക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ഫോർ x, y നമ്മുടെ മുകളിലെ കോർഡിനേറ്റ്സ്, w, h വിഡ്ത്ത്, ഹൈറ്റ് ഇൻ ഫേസസ്. സോ നമ്മൾ ഈ ഒരു ഫേസസിലെ ഈ ഒരു വാല്യൂസ് എല്ലാം x 128 എക്സിലോട്ടും 64 വൈയിലോട്ടും 145 ഡബ്ല്യൂയിലോട്ടും അതുപോലെ 145 എച്ചിലോട്ടും നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു റെക്റ്റാങ്കിൾ വരക്കണം. ഡിറ്റക്ട് ചെയ്ത കോർഡിനേറ്റ്സിൽ അഥവാ ഫേസിന് മുകളിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരക്കണം. സോ നമ്മൾ കൊടുക്കേണ്ടത് cv.rectangle. നമുക്കറിയാം റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് നമുക്ക് ആവശ്യമായത്, ഉദാഹരണമായി നമ്മൾ ഈ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലൊരു റെക്റ്റാങ്കിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലെ ഈ പോയിന്റ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് XY. സോ നമുക്ക് ഇനി ഈ പോയിൻ്റാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ഇങ്ങോട്ടുള്ള ഭാഗം വിഡ്ത്തായിട്ട് എടുത്തു. ഓക്കെ, സോ ഇങ്ങോട്ടുള്ള ഭാഗം നമ്മൾ വിഡ്ത്ത് എടുത്തു. അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ഹൈറ്റ് എടുത്തു. അങ്ങനെയെങ്കിൽ ഈ ഒരു ഭാഗം വരിക x+w അതുപോലെ y+h ആയിരിക്കും. y+h കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്തെ കോർഡിനേറ്റ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ഭാഗത്തെ കോർഡിനേറ്റ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. x+w y+h. ഇതാണ് നമ്മൾ ഇനി ഇവിടെ കൊടുക്കാൻ പോകുന്നത്. സോ നമ്മളിവിടെ വരുന്നു. നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഏത് ഇമേജിന് മുകളിലാണ് നമ്മളത് ഡ്രോ ചെയ്യുന്നത്. സോ img നമ്മുടെ ഒറിജിനൽ ഇമേജ്. അതിനുശേഷം പോയിന്റ്സ് ആണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് x, y ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് x+w, y+h. അതിനുശേഷം പിന്നെ കൊടുക്കേണ്ടത് നമ്മുടെ കളറാണ്. സോ നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. 0 255 0 കൊടുത്ത ശേഷം നമ്മുടെ തിക്നെസ് ആണ് നമ്മൾ 4 കൊടുക്കുന്നു. 4 കൊടുത്ത് സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഈ രൂപത്തിൽ ലഭിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഹാർഡ് കാസ്കേഡ് ക്ലാസിഫയർ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ മറ്റൊരു ഇമേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. അപ്പോളോ 11 ക്രൂസിൻ്റെ ഇമേജ് ആണ്. സോ ഇതിൽ നമുക്ക് 3 ഫേസ് ഉണ്ട്. സോ നമുക്കത് കൊടുത്ത് നോക്കാം. apollo.png സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാലും അതിലുള്ള ഓരോ ഫേസും നമുക്കിതുപോലെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്കൊരു ഇമേജിലെ ഫേസസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടേതാണെങ്കിൽ നമ്മളിവിടെ വീഡിയോ ലോഡ് ചെയ്ത ശേഷം ആ ഒരു വേരിയബിളിനെയും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയിലുള്ള ഫേസും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.